ഞാൻ ഇന്ന് പകൽ പറയും, ഇതിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞ് ദൈവവേല ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഇനി അവർ ജോലിക്ക് പോയെന്ന് വെച്ചോട്ടെ, ഏത് വഴിയേനെയും ദൈവത്തിൻ്റെ വിളിയിൽ അവരെ ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് അല്ലേലേ പറയാവോ? ആമേ. ഞാൻ പറയാം, ഷൗലിൻ്റെ വിളി എങ്ങനെയെന്നറിയാവോ? ഷൗലിൻ്റെ അപ്പൻ ഷൗലിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ഒരു കഴുത എന്ത് ചെയ്തു? കാണാതെ പോയി. നീ പോയി ആ കഴുതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഒരു ജോലി കൊടുത്ത് വിടുക. അപ്പൻ്റെ നഷ്ടം തീർക്കാൻ ഇറങ്ങിയവനായിരുന്നു ആര്? ഷൗല്. ഒരു ബാല്യക്കാരനെയും കൂട്ടി ഹല്ലേലൂയ സ്തോത്രം, ഷൗലിനെ നഷ്ടപ്പെട്ട കഴുതയെ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൻ അയച്ചു. എവിടെയൊക്കെ പോയെന്നറിയാവോ? ദിവസങ്ങൾ അലഞ്ഞു. ഞാൻ വിളിയെക്കുറിച്ചാണ് പറയുക. ദിവസങ്ങൾ അലഞ്ഞു തിരിഞ്ഞിട്ട് ആരെ കണ്ടില്ല? പറഞ്ഞേ, കഴുതയെ കണ്ടില്ല. എഫ്രൈം നാട്ടിലും ബെന്യാമിൻ നാട്ടിലും എല്ലാം അലഞ്ഞിട്ട് ആരെ കണ്ടില്ല? കഴുതയെ കണ്ടില്ല. അവസാനം സൂഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആരെത്തി? ഷൗലെത്തി. അപ്പോൾ ഷൗൽ പറഞ്ഞൊരു കാര്യം, ഞാൻ കഥ പറയും പോലെയാണ് പറയുന്നത്, ശ്രദ്ധിക്കണേ. ഷൗൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ബാല്യക്കാരനോട് പറഞ്ഞു, ഇനി നമുക്ക് ആരന്വേഷിക്കേണ്ട? കഴുതയെ അന്വേഷിക്കേണ്ട. ദിവസങ്ങളായി നാം അന്വേഷിച്ചിറങ്ങിയിട്ട്. ഇപ്പോൾ അപ്പൻ്റെ ഹൃദയത്തിനകത്തുള്ള സങ്കടം നഷ്ടപ്പെട്ട കഴുതയല്ല. ഇപ്പോൾ അപ്പൻ്റെ ഹൃദയത്തിലെ സങ്കടം, മകൻ ഇതുവരേക്കും മടങ്ങി വന്നില്ല. ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നാണെന്നറിയാവോ? മകൻ കഴുത കിട്ടിയില്ലേലും സാരമില്ല, മകൻ വന്നാൽ മതി. ഓ സ്തോത്രം. ആ വെളിപ്പാട് ആർക്കും മനസ്സിലായില്ല. എൻ്റെ പൊന്നു ബ്രദറെ, നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം ഒരു കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ നഷ്ടം എൻ്റെ തലമുറയെ കൂടെ തീർക്കണമെന്ന് പറഞ്ഞ് അവരെ ഉയരത്തിലെത്തിക്കാൻ നോക്കി. സ്തോത്രം. അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് അപ്പന് നഷ്ടപ്പെട്ട കഴുതയെ കണ്ടുപിടിക്കാൻ പറഞ്ഞയച്ച ഷൗല് വരാൻ വൈകിയപ്പോൾ അപ്പൻ്റെ മനസ്സിലെ വേദന, കഴുത വന്നില്ലേലും കുഴപ്പമില്ല, എൻ്റെ മകൻ തിരിച്ചു വന്നാൽ മതി. സത്യമല്ലേ? ഇന്ന് അനേക അപ്പന്മാരുടെ വിഷയം, മക്കൾ പൈസ കൊടുത്തില്ലേലും കുഴപ്പമില്ല, അവനൊന്ന് കൃപയും മടങ്ങി വന്നാൽ മതി, അവനൊന്ന് ആത്മീയനായി മടങ്ങി വന്നാൽ മതി, അവൻ ബന്ധത്തിലേക്ക് മടങ്ങി വന്നാൽ മതി. പരിശുദ്ധാത്മാവ് പറയാം കേട്ടോ, പണം കിട്ടിയില്ലേലും കുഴപ്പമില്ല, നഷ്ടപ്പെട്ട കഴുതയെ കിട്ടിയില്ലേലും കുഴപ്പമില്ല, മകനൊന്ന് മടങ്ങി വന്നാൽ മതി. ഒരല്ലേ പറയാവോ? സ്തോത്രം. ഇനി അടുത്ത ദൂത് ശ്രദ്ധിക്കുക. ബാല്യക്കാരനോട് ഷൗല് പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നവരെ എനിക്ക് ഇഷ്ടമായെങ്കിലും ഇച്ചിരി ദേഷ്യമൊക്കെ വരും, സഭയിലെ വിശ്വാസികളല്ലേ, ഞാൻ ആരെയും ഒന്നും പറയത്തില്ല സത്യം പറഞ്ഞാൽ, എങ്കിലും നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം, അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. ഷൗല് ബാല്യക്കാരനോട് പറയുക, ഒരു കാര്യം ചെയ്, നമുക്ക് എന്ത് ചെയ്യാം? മടങ്ങി പോകാം, കഴുതയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മെ ഓർത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് പോകാം. അപ്പോഴാണ് നല്ല ബാല്യക്കാരുള്ള സഭയ്ക്കായി സ്തോത്രം. കണ്ടോ? ഒന്നുമില്ല, കാഴ്ചപ്പാടുള്ള അഹരോന്യ വിളിയുള്ള 10 പേര് സഭയിലുണ്ടെങ്കിൽ സഭ വളരും. എൻ്റെ കേൾവി കുറവാണോ നിങ്ങളുടെ സ്തോത്രം? ഞാൻ അധികം കേൾക്കുന്നില്ല, അതുകൊണ്ട് ചോദിക്കുക, അല്ലേ? കൂടെ വന്ന ബാല്യക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യജമാനനെ പോകാൻ വരട്ടെ, ഒരു വഴിയും കൂടെ, അവസാനം ഒരു വഴിയുണ്ട്, അതും കൂടെ നോക്കിയിട്ട് പോവാം. അതെന്താണെന്നറിയാവോ? ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, ശമൂവേൽ എന്നാ പേര്. നമുക്ക് അവിടെ ചെന്ന് പുള്ളിയോട് ചോദിക്കാം, കഴുത എവിടെയാണ്? ഒരു സ്തോത്രം പറഞ്ഞേ. അല്ല, അപ്പോൾ ഷൗല് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്ന് ബാല്യക്കാരാ, ചുമ്മാ കയറി പോകാൻ പറ്റുമോ? ശമൂവേലിന് വല്ല സ്വോത്ര കാഴ്ച എന്ത് ചെയ്യണ്ടേ? കൊടുക്കണ്ടേ? എൻ്റെ കയ്യിലൊന്നും ഇല്ല. അവിടെ ബാല്യക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർക്ക് കൊടുക്കേണ്ട പൈസ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ബാല്യക്കാരോ ഉണ്ടെങ്കിൽ ഒന്ന് സ്വോത്രം പറഞ്ഞേ. യജമാനനെ എനിക്കറിയായിരുന്നു ഇറങ്ങിയപ്പോഴേ, നീ അന്വേഷിച്ചാലും നീ കഴുത എന്ത് ചെയ്യത്തില്ല? കണ്ടുപിടിക്കത്തില്ല. അവസാനം പ്രവാചകൻ്റെ അടുക്ക പോകേണ്ടി വരുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഇറങ്ങാൻ നേരത്തെ ഞാൻ പ്രവാചകന് കൊടുക്കേണ്ട സ്വോത്രക്കാഴ്ചയും കൊണ്ടാണ് ഞാൻ വന്നത്. വിളിയെക്കുറിച്ച് പറയുവാണേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എവിടെ പോവാ? ശമൂവേലിനെ കാണാൻ വേണ്ടി പോവാണ്. ശമൂവേലിനോട് തലേ രാത്രി പരിശുദ്ധാത്മാവ് ദൈവം പറഞ്ഞു, ഒരുവനെ നിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവരും, അവനാണ് ഇസ്രായേലിലെ 1ാമത്തെ രാജാവ്. നീ അവനെ ഇസ്രായേലിലെ രാജാവായിട്ട് എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. എൻ്റെ ചിന്ത ഞാൻ പറഞ്ഞോട്ടെ. ശൗൽ ഓടി വരുന്നത് കണ്ട് ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാ ശൗലെ വന്നേ? ശൗല് പറഞ്ഞത്, എൻ്റെ കഴുതയെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നേ. പക്ഷെ ശമൂവേലിന് പറയാനുള്ള മറുപടി, നീ അന്വേഷിച്ചിറങ്ങിയ കഴുത നിൻ്റെ വീട്ടിൽ പോയി, പക്ഷെ നിന്നെ അലഞ്ഞു തിരിഞ്ഞ് ഈ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നത് നിൻ്റെ മേലുള്ള വിളിയെ പറയാനാ.
നിന്നെക്കുറിച്ചുള്ള ദൈവത്തിലെ പദ്ധതി എന്തെന്ന് പറയാനാ? നിന്നെ ഇസ്രായേലിലെ രാജാവായി ദൈവം കണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ രാജാവായി ദൈവം കണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം കേട്ടോ. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ എത്ര അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നാലും അവസാനം അവനെ ദൈവം തൻ്റെ പദ്ധതിയിലെത്തിക്കും. വിശ്വസിക്കുന്ന നല്ലില്ല പറഞ്ഞാൽ ചില അലച്ചിലുകൾ നിന്നെ ദൈവഹിതത്തിലെത്തിക്കാനാ. ഞാൻ ആ ഭാഗം പറഞ്ഞ് ഒത്തിരി വിവരിച്ചു പോയാൽ സമയം പോവും. ഞാൻ വേഗം പറയാം. അപ്പൻ്റെ നഷ്ടം തീർക്കാൻ പോയവൻ തിരിച്ചു വന്നത് ഇസ്രായേലിലെ രാജാവായിട്ടാണ്. ഓഹോ, ഒരല്ലേലേ പറയാവോ? ഹല്ലേലൂയ, ആമേൻ. ഇതായിരുന്നു ആരുടെ വിളി? പറഞ്ഞേ, ശൗലിൻ്റെ വിളി. ഇനി പ്രസംഗിക്കാൻ പോകുന്ന കാര്യം ഞാൻ തൊഴുതുകൊണ്ട് പറയുക, ദൈവസന്നിധി എന്ന് പറയും. ഇത് കുത്തിപ്രസംഗമല്ല. ഞാൻ കുത്തി പ്രസംഗിക്കാറുണ്ട്. ഇനി അങ്ങനെ ചിന്തിച്ചാരും തലയൊന്നും പൊക്കരുത് അവിടെ ഇരുന്ന്. എൻ്റെ പൊന്നച്ചാന്മാരെ കേൾക്കണേ. ഇനി കുത്തു കൊള്ളുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടേ എഴുന്നേക്കാവും. കാരണം ഇത് കുത്തു കൊള്ളാൻ സാധ്യത ഉള്ള വചനം. ഇനിയിപ്പോൾ പാസ്റ്റർ ഞായറാഴ്ച മനഃപൂർവ്വം ബൈബിൾ കയ്യിരിക്കും കേട്ടോ, മനഃപൂർവ്വം അവതരിക്കാൻ വേണ്ടി ഒന്നും തയ്യാറാക്കിയ മെസ്സേജ് അല്ല. എനിക്കൊരു ദൈവം നിയോഗം തന്ന് ഉറപ്പായിട്ടും കുത്തുകൊള്ളുമെന്ന് എനിക്കറിയാമല്ലോ. അവേ സ്തോത്രം. പരാജയത്തിൻ്റെ കാരണങ്ങൾ, ശൗലിൻ്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ ആ ആ ആ ആ ആ ആ ഈ വചനത്തിനായിട്ടൊന്ന് അല്ലേലേ പറഞ്ഞു കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാമോ ഈ വചനം? ആമേൻ, ഹല്ലേലൂയ. വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ശൗൽ ഹോമ യാഗവും, വായിച്ച മോളെ, സമാധാന യാഗവും, മോനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന്. ആ ആ ആ നിങ്ങളൊന്ന് കേട്ടെ. ഒരു വലിയ യുദ്ധത്തിൽ നിൽക്കുന്ന സമയം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു യുദ്ധത്തിൽ നിൽക്കുന്ന സമയം യാഗം കഴിക്കാൻ ശമൂവേൽ വരാമെന്ന് പറഞ്ഞ സമയം എന്ത് ചെയ്തു? കഴിഞ്ഞു. ആര് വരാമെന്ന് പറഞ്ഞ സമയം? നിങ്ങൾ ആരും എൻ്റെ മുഖത്ത് പോലും നോക്കുന്നു. എങ്ങനെ പ്രസംഗിക്കുമെന്ന് പറ ബ്രദറെ. ശമൂവേൽ വരാമെന്ന് പറഞ്ഞ സമയം എന്ത് ചെയ്തു? കഴിഞ്ഞു. 7 ദിവസം എന്ത് ചെയ്തു? ഗിൽഗാലിൽ ശൗൽ എന്ത് ചെയ്തു? ആരെ കാത്തിരുന്നു? ശമൂവേലിനെ കാത്തിരുന്നു. എന്നിട്ട് ആര് വന്നില്ല? ശമൂവേൽ വന്നില്ല. അപ്പോൾ ശൗൽ ഒരു കാര്യം ചെയ്തു. ഒന്നാമത്തെ പരാജയത്തിൻ്റെ കാര്യം പറയാം. ശമൂവേൽ വരാൻ വൈകിയപ്പോൾ പ്രവാചകൻ ചെയ്യേണ്ട, പുരോഹിതൻ ചെയ്യേണ്ട, ശുശ്രൂഷകൻ ചെയ്യേണ്ട ജോലിയായ ഹോമയാഗവും, ആമേൻ ഹല്ലേലൂയ, എന്തോ യാഗവും മോളെ? സമാധാന യാഗവും ആര് ചെയ്തു? ഒരു സ്തോത്രം പറഞ്ഞേ. ആര് ചെയ്തു? ശൗൽ ചെയ്തു. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് കുത്തുകൊള്ളാൻ പോകുന്ന വചനം ഞാൻ പറഞ്ഞു പ്രസംഗിക്കാമല്ലോ. പ്രവാചകൻ വരാൻ വൈകിയപ്പോ സ്തോത്രം, ശുശ്രൂഷകൻ ചെയ്യേണ്ട പണി ആര് ചെയ്തു? ശൗൽ ചെയ്തു. താഴോട്ട് വായിച്ച മോളെ, എന്നിട്ട് അത് വിവരിക്കാം. ആ ആ ആ ആ നോക്കണേ. ശൗല് പറഞ്ഞ റീസൺ, ജനം ചിതറിപ്പോയി. ഒന്ന്, ആര് ചിതറിപ്പോയി? കണ്ടോ, പുള്ളി ഹോമയാഗം ചെയ്യാൻ പോയതിൻ്റെ ഈ പല സഭകളിൽ ഈ കത്രുമേശയുടെ കാര്യത്തിനകത്ത് തന്നെ വഴക്കുണ്ടായിട്ടുണ്ട്. വഴക്ക്. അതിൽ ഒന്നാമത്തെ വഴക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് ചെയ്യേണ്ട പണിയാ? പാസ്റ്റർമാർ ചെയ്യേണ്ട പണിയാണ്. പിന്നെ പാസ്റ്റർ ഉത്തരവാദിത്തത്തിൽ സഭയിൽ വളരെ പ്രായമുള്ള, ബഹുമാനമുള്ള, നല്ല സാക്ഷിയുള്ള, നല്ല ജീവിതമുള്ള ഒരാളെ വേണമെങ്കിൽ കൊടുത്ത് എന്ത് ചെയ്യാം? സഭയിൽ എല്ലാവർക്കും സമ്മതനായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ എന്ത് ചെയ്യുക? ഈ ഇടയ്ക്കൊരു പാസ്റ്റർ ചെയ്തതാ. സഭയിൽ ഏറ്റവും സാമ്പത്തികം കൊടുക്കുന്ന ഒരച്ഛൻ അന്ന് ആരാധനയ്ക്ക് വന്നില്ല. അമ്മാമേ ആരാധനയ്ക്ക് വന്നില്ല. അപ്പോൾ കത്രുമേശ കഴിഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ വീണ്ടും കൂടെ എവിടെ കൊണ്ടുപോയി കൊടുത്തു? വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അപ്പോൾ ശുശ്രൂഷകൻ ചെയ്യേണ്ട ജോലി, ശമൂവേൽ ചെയ്യേണ്ട ജോലി ഈ വരാൻ 7 ദിവസം വൈകിയപ്പോൾ രാജാവായ ശൗല് പറഞ്ഞു, നിങ്ങൾ ഹോമയാഗം കൊണ്ടുപോവാ, നിങ്ങൾ സമാധാന യാഗത്തിന്റെ വസ്തു കൊണ്ടുപോവാ. ആമേൻ. ഞാൻ ആരാ? രാജാവാ. അതുകൊണ്ട്
ആമേൻ. ഞാൻ ചെയ്താലും കുഴപ്പമില്ല. പ്രവാചകൻ ചെയ്യേണ്ട ജോലി, പാസ്റ്റർ ചെയ്യേണ്ട ജോലി, ശുശ്രൂഷകൻ ചെയ്യേണ്ട ജോലി രാജാവായ ശൗൽ ചെയ്തു. സ്വോത്രം ഇല്ലല്ലോ. ഞാൻ